വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തെങ്കാശിയിലുള്ള തിരുമലൈക്കോവിൽ എന്ന് പറഞ്ഞൊരു അമ്പലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലു അർജുൻ്റെ സിനിമയിലും അങ്ങനെ ഒത്തിരി കുറേ സിനിമകളിലൊക്കെ ഉള്ളൊരു അമ്പലമാണ്. അപ്പം നല്ലൊരു ഹിൽ സ്റ്റേഷനിലൊക്കെ ഉള്ള പോലത്തെ ഒരു അമ്പലമാണ്. കണ്ണിൽ കർപ്പൂര ദീപമോ, ആ പാട്ടൊക്കെ ആ സിനിമയിലുള്ളതാണ്. നമുക്ക് അമ്പലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ കാണുന്നതാണ് മുകളിലായിട്ട് കാണുന്നതാണ് അമ്പലം. ഒത്തിരി സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി പോകാൻ വയ്ക്കുന്നവർക്ക് സ്റ്റെപ്പിലൂടെ പോകാം. അതല്ലെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ട് മുകളിൽ വരെ പോകാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി പോവാതെ ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് ഒത്തിരി സ്റ്റെപ്പ് കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. നമുക്ക് അന്യ സംസ്ഥാന വണ്ടികൾക്കാണെങ്കിൽ ബൈക്കിനൊക്കെ 20 രൂപയാണ് റേറ്റ് ഈടാക്കുന്നത്. ആ നാട്ടിൽ തന്നെയാണെങ്കിൽ 10 രൂപയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 20 രൂപയുടെ ടോക്കനൊക്കെ മേടിച്ച് നമ്മളിതാ ഇതിലെ പോകുന്ന വഴിക്ക് നല്ല എന്താണ് കാണാനൊക്കെ. നല്ല ഹിൽ സ്റ്റേഷൻ പോലെ മഞ്ഞ് മൂടി കിടക്കുന്ന മലയും നല്ല തണുത്ത ഒരു കാറ്റും. നമുക്ക് ക്ലിയർ ഇല്ലായിരുന്നു, മഞ്ഞ് മൂടി കിടക്കുന്ന പോലെ ആയിട്ട്. അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങനെ വ്യൂ കിട്ടിയില്ല. അതാ അതിൻ്റെ മേളിലെത്തണം നമ്മളിനി. അപ്പോൾ ഒത്തിരി സിനിമകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ റോഡിൻ്റെ സൈഡിൽ ഇതുപോലെ പൂക്കളൊക്കെ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ മുകളിലെത്തി. ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ്. മേലെ കയറി വരുമ്പോൾ സ്റ്റെപ്പ് കയറി വരുന്നവർക്ക് ഇതിലേ കയറി ഇതിലെ മേലോട്ട് കയറി വരുന്നത്. ഇതല്ലാതെ ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. കാരണം ഇതിലാവുമ്പോൾ കുറച്ച് സ്റ്റെപ്പും പിന്നെ കുറച്ച് പ്ലെയിനായ സ്ഥലവും അങ്ങനെ. അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ഇതാണെങ്കിൽ വെറും സ്റ്റെപ്പ് മാത്രമുള്ള. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. ആ ഫ്രണ്ട് വശത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടും സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് ഈ ഇതിലും നമുക്ക് കയറി വരാം. അങ്ങനെ 2 വഴിയായിട്ട്. പഴനിയിലൊക്കെ പോയ മിനി പഴനിന്നോ അങ്ങനെ എന്തോ ഇതിനെ കൂടി പറയും. ഇതും മുരുകൻ തന്നെയാണ്. പിന്നെ ഇത് അമ്പലത്തിലെ കുളം. ഈ അമ്പലക്കുളത്തിൽ നിറയെ മീനൊക്കെ ഉണ്ട്. പിന്നെ ഈ കുളത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു ബിൽഡിങ്ങിനകത്ത് പഴനിയിലെ പോലെ മുട്ടയടിക്കാനുള്ള സൗകര്യവും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അതാ ഉണ്ണിയേട്ടനും പിള്ളേരും മീനിനെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ പിള്ളേർക്ക് ഇങ്ങനത്തെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ കളിക്കാനും ഒക്കെ ഉള്ള താല്പര്യം. ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു മയിലിൻ്റെ ശില്പം പോലെ അങ്ങനെ കൊത്തിയെടുത്തിട്ടുണ്ട് അവർ. അതാ കല്ല് വെച്ചതിൽ തന്നെ അവന്മാരിതാ അതിലൊക്കെ കയറി കളിക്കുക. വീഴുന്നൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാലും അവരുടെ ഒരു സന്തോഷം. പിന്നെ ഇവിടെ ഇതാ ഗണപതിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നാഗങ്ങളുടെ. കുളത്തിനടുത്തായിട്ടാണ് ഇതെല്ലാം. അതിനുശേഷം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഉണ്ണേട്ടനെ അറിഞ്ഞിട്ടില്ല ഫോട്ടോസിനാന്ന് പറഞ്ഞിട്ട് പോസ് ചെയ്തതാ. അപ്പോഴേക്കും വിച്ചുക്കുട്ടനും ചാടി വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം നിന്ന് അഭിഷേകമൊക്കെ കണ്ട് തൊഴാൻ പറ്റിയായിരുന്നു. ഇന്ന് എല്ലാ അഭിഷേകങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് തൊഴുതിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിന് മുന്നേയൊക്കെ ഞങ്ങൾ വന്നപ്പോൾ അഭിഷേകം അങ്ങനെയല്ലായിരുന്നു കണ്ടത്. ഇത് അഭിഷേകം ചെയ്ത് അങ്ങനെ കാണാൻ പറ്റി. പിന്നെ ഈ നിൽക്കുന്ന കാറ് മൊത്തം കേരളത്തിൽ നിന്ന് വന്നതാണ്. ഫുള്ളും കേരളത്തിൽ നിന്ന് വന്നതാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഈ അമ്പലത്തിലോട്ട് വരാൻ എളുപ്പമാണ്. ഞങ്ങൾ പിന്നെ 2-3 ഫാമിലിയെ പരിചയപ്പെട്ടു, മലയാളികൾ. അവരെല്ലാം തിരുവനന്തപുരത്ത് നിന്ന് വന്നവരായിരുന്നു. പിന്നെ ഞങ്ങളിതാ ഈ പൂക്കളൊക്കെ കണ്ടപ്പോൾ ഈ പൂക്കളിൻ്റെ അതിലേക്ക് കുറച്ച് നിന്ന്. പിന്നെ പിള്ളേർക്ക് കാറും അതിൻ്റെയൊക്കെ കമ്പനി അതിൻ്റെ ഓരോ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അവർക്ക് വണ്ടികളോട്, ആൺപിള്ളേരല്ലേ, വണ്ടികളോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവരതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ പിന്നെ ഇന്ന് അഭിഷേകങ്ങൾ കണ്ടെന്ന്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് പഞ്ചാമൃതവും അതൊക്കെ കിട്ടിയായിരുന്നു. ഒരു ആൾക്കാർ അവർ വഴിപാട് നടത്തി അതിൻ്റെ ഇതൊക്കെ തന്നായിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ ഇരുന്നു. പിന്നെ ഇത് വേറെ സ്ഥലത്തു നിന്ന് കുറേ ബൈക്കിൽ ഒരു 10-50 ബൈക്കുണ്ടോ അങ്ങനെ റൈഡ് പോലെ നമ്മുടെ ഈ അമ്പലത്തിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളത് നല്ല രസമായിരുന്നു അവർ. അപ്പോൾ ഇന്നത്തെ അമ്പലത്തിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ അമ്പലങ്ങളിലെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.